നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇടക്കാല കരാർ 60 ദിവസത്തെ ചർച്ചാ കാലയളവാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ ചർച്ചാ കാലയളവിലായിരിക്കും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ കുറിച്ച് കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാവുന്നത്. ഈ സമയത്തിനുള്ളിൽ കൂടുതൽ തന്ത്രപ്രധാനമായ ആഗോള ഒത്തുതീർപ്പിലെത്താനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഈ കരാറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത് ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും സൈനിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നിർത്താൻ ഈ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ഇസ്രായേലിന്റെ അധിനിവേശ സ്വപ്നങ്ങൾക്കേറ്റ കടുത്ത പ്രഹരം കൂടിയാണ്. ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന ഒരു വെളിപാടാണ് ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യന്റെ രീതിയിലാണ് ട്രംപിന്റെ കുമ്പസാരം. ഫ്രാൻസിലെ എവിയാൻ ലെ ബെയ്സിൻസ് നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണ് എന്നും യുദ്ധം എപ്പോഴും ക്രൂരമാണ് എന്നും എന്നാൽ ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ല എന്നാണ് ട്രംപ് സ്ഥാപിച്ചെടുക്കുന്നത്. ആക്രമണത്തിൽ US പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ശത്രുക്കൾ വധിച്ച ആയിരക്കണക്കിന് സൈനികരുടെ കാര്യമെന്നൊരു മറുചോദ്യമാണ് ട്രംപ് ചോദിച്ചത്. അപ്പോൾ US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിന്റെ ആദ്യ ദിവസമായ ഫെബ്രുവരി 28-നാണ് തെക്കൻ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 168-ലധികം കുട്ടികളും അധ്യാപകരും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. ആക്രമണം നടന്ന സമയത്ത് യാതൊരു തെളിവുകളുമില്ലാതെ ഇതിന്റെ ഉത്തരവാദിത്വം ഇറാന്റെ മേൽ കെട്ടിവെക്കാനാണ് ട്രംപ് ആദ്യം ശ്രമിച്ചത്. ഇറാന്റെ മിസൈലുകൾ കൃത്യതയില്ലാത്തതാണ് ദുരന്തത്തിന് കാരണമായത് എന്നായിരുന്നു ട്രംപിന്റെ വാദം. ഏതായാലും US സൈന്യത്തിന്റെ പ്രാഥമിക ആഭ്യന്തര അന്വേഷണത്തിൽ മിനാബയിലുണ്ടായ മാരകമായ ആക്രമണത്തിന് പിന്നിൽ US സൈന്യം തന്നെയാണ് എന്ന സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു. US നാവികസേന ഉപയോഗിക്കുന്ന ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകളാണ് സ്കൂളിൽ പതിച്ചതെന്ന് വിദഗ്ധരും കണ്ടെത്തി. എന്നാൽ ഇതിന്റെയെല്ലാം പഴി ഇറാന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു ട്രംപ്. ഇറാന്റെ ഒരു ക്രൂയിസ് മിസൈൽ കേന്ദ്രത്തിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം ഏറെ സങ്കീർണമാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് മേധാവി വ്യക്തമാക്കുന്നത്. അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നും ഈ ആക്രമണം മനഃപൂർവ്വം ചെയ്തതാണ് എന്ന ഇറാന്റെ നിലപാട്. എന്നാൽ US മനഃപൂർവ്വം ഒരു സ്കൂളിനെ ലക്ഷ്യമിടില്ല എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ പ്രതികരിച്ചിരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് US ആയിരുന്നു. എന്നാൽ ആ പഴി മുഴുവൻ ഇറാന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന ഒരു കുറുക്കന്റെ തന്ത്രമാണ് ഇവിടെ ട്രംപ് പ്രയോഗിച്ചത്.